നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 8 ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കേരളം ഒരുങ്ങുമ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും മുഴങ്ങുന്നത് ഡീൽ എന്ന വാക്കാണ്. ഒരു വശത്ത് BJP CPM ഡീൽ, മറുവശത്ത് BJP കോൺഗ്രസ് ഡീൽ. അണിയറയിലെ രഹസ്യ നീക്കങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ധാരണയെക്കുറിച്ചുമുള്ള തർക്കങ്ങളിൽ പല ചർച്ചകളും ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ വിവാദങ്ങളുടെ പുകമറയ്ക്കപ്പുറം ഒരു സാധാരണക്കാരൻ്റെ ജീവിതമുണ്ട് എന്ന് ഈ ഭരണ പ്രതിപക്ഷ മുന്നണികൾ ഓർക്കുന്നില്ല. ഉപ്പിനും മുളകിനും വില കൂടുമ്പോൾ പൊള്ളുന്ന അടുക്കളയുണ്ട്. വന്യമൃഗങ്ങളുടെ പേടിയിൽ ഉറക്കമില്ലാത്ത മലയോര കർഷകനുണ്ട്. റാങ്ക് ലിസ്റ്റുകൾ നോക്കി ആയുസ് ഹോമിക്കുന്ന ഒരു യുവതലമുറ നമ്മുടെ കേരളത്തിലുണ്ട്. ഇതൊന്നും ഇന്ന് ആർക്കും അറിയുകയേ വേണ്ട. ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടവരെ കുറിച്ച് പൊടി പോലുമില്ല. ഇങ്ങനെ രാഷ്ട്രീയം വെറും ഡീലുകളിലേക്ക് ചുരുങ്ങുമ്പോൾ മനുഷ്യന്റെ വിശപ്പും അതിജീവനവും ചർച്ചയാകുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അതോ വോട്ട് യന്ത്രത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ജനകീയ വിഷയങ്ങൾ വെറും നിഴലുകളായി മാറുകയാണോ? വിവാദങ്ങൾക്കപ്പുറം കേരളത്തിന്റെ യഥാർത്ഥ ആശങ്കകൾ പങ്കുവെക്കുകയല്ലേ നമ്മുടെ ഭരണ പ്രതിപക്ഷ മുന്നണികൾ ചെയ്യേണ്ടത് എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. ഇനിയുള്ള 8 ദിവസങ്ങളിൽ അതുണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഏപ്രിൽ 1 പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് രാജ്യം. പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ വന്നതടക്കം സാമ്പത്തിക രംഗത്ത് നിരവധി മാറ്റങ്ങൾക്കും ഇന്നു മുതൽ തുടക്കമാവുകയാണ്. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. അത് നോക്കാം തലക്കെട്ട്. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ. പാർലമെന്റിന്റെ അകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് ക്രൈസ്തവ സംഘടനകൾ. ബിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന് ആവശ്യം. ഒൻപതാം നാൾ കേരളം പോളിംഗ് ബൂത്തിൽ. പ്രചാരണത്തിനായി ദേശീയ നേതാക്കളടക്കം സംസ്ഥാനത്ത്. തിരുവനന്തപുരത്തും എറണാകുളത്തും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നെത്തും. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇന്ന് കണ്ണൂരിൽ. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തലസ്ഥാനത്ത്. CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും പ്രചാരണത്തിൽ സജീവം. ലൈംഗിക അതിക്രമ കേസിൽ കസ്റ്റഡിയിലായ സംവിധായകൻ രഞ്ജിത്തിനെ കൊച്ചിയിലെത്തിച്ചു. ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രഞ്ജിത്തിന് ഉയർന്ന രക്തസമ്മർദ്ദവും ECGയിൽ വ്യതിയാനവും. കോടതിയിൽ ഹാജരാക്കുക, ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷം. പശ്ചിമേഷ്യൻ യുദ്ധം 2 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക അമേരിക്കയുടെ ലക്ഷ്യമല്ല എന്നും ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാൻ സന്നദ്ധമെന്ന് ഇറാൻ. ലോകകപ്പിന് യോഗ്യത നേടാനാകാതെ ഇറ്റലി പുറത്ത്. പ്ലേ ഓഫ് ഫൈനലിൽ ബോസ്നിയ ഹെർസഗോവിനയോട് തോറ്റത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. തുടർച്ചയായി 3 ലോകകപ്പുകൾ നഷ്ടപ്പെടുന്ന ആദ്യ മുൻ ചാമ്പ്യന്മാർ. പാർലമെന്റിൽ ഇന്ന് ഒരു വളരെ സുപ്രധാനപ്പെട്ട ബില്ല് അവതരിപ്പിക്കുകയാണ്. അതായത് ശക്തമായ എതിർപ്പ് നിലനിൽക്കുന്ന വേളയിൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ആക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനവും നീക്കവും. നിയമ ഭേദഗതിയിലെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് കുറ്റപ്പെടുത്തിയിരുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെയും ന്യൂനപക്ഷ സംഘടനകളുടെയും ശക്തമായ പ്രതിഷേധത്തിനിടയിൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ബില്ല് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ വിശദമായ പരിശോധനയ്ക്ക് വിടണമെന്ന് ഇതിനോടകം നിരവധി പ്രതിപക്ഷാംഗങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് ശേഷം ബില്ല് വോട്ടിനിട്ട് പാസ്സാക്കുമോ അതോ പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുമോ എന്നത് നിർണായകമാകും. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതും സംഘടനകളെ തകർക്കുന്നതുമാണ് നിയമ ഭേദഗതി എന്നാരോപിച്ച് പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ നീക്കം. പ്രത്യേകിച്ച് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും FCRA ഭേദഗതി ചർച്ചയായതോടെ പാർലമെന്റിനകത്തും കടുത്ത വാദപ്രതിവാദത്തിന് സാധ്യതയുണ്ട്. നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുയർന്ന ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്നാണ് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം. അതേസമയം വിദേശ പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുക മാത്രമാണ് നിയമ ഭേദഗതിയുടെ ലക്ഷ്യമെന്നും കോൺഗ്രസും CPMഉം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
ലൈംഗിക അതിക്രമ കേസിൽ പോലീസ് കസ്റ്റഡിയിലായ സംവിധായകൻ രഞ്ജിത്തിനെ കൊച്ചിയിലെത്തിച്ചു. ആരോഗ്യ കാരണങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. AT അശ്വതി ചേരുകയാണ്. അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു അറസ്റ്റ് ഉണ്ടാകുന്നു. മാത്രമല്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാണ് രഞ്ജിത്തിന് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ അതിനുശേഷമായിരിക്കുമല്ലോ ഈ മറ്റ് തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കുക. ഗുഡ് മോർണിംഗ് ലിജിൻ. ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ തുടരുകയാണ്. ഇന്നലെ രാത്രി തന്നെ രഞ്ജിത്തിനെ തൊടുപുഴയിൽ നിന്ന് ഇവിടേക്ക് എറണാകുളത്തേക്ക് കൊണ്ടുവന്നു. തുടർന്ന് അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ഒപ്പം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ECGയിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. ഇതിനെ തുടർന്ന് വിശദമായ പരിശോധനകൾക്ക് ആണ് ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്നത്. ഇന്ന് സ്കാനിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഹൃദ്രോഗ വിദഗ്ധനൊപ്പം തന്നെ ന്യൂറോ സർജൻ അടക്കമുള്ള ആളുകൾ പരിശോധിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ നിരീക്ഷണത്തിൽ തന്നെയാണ് രഞ്ജിത്ത് ഉള്ളത്. ഇന്ന് ഇത്തരത്തിൽ CT സ്കാൻ അടക്കം എടുത്തതിന് ശേഷം അതിൽ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടക്കുക. ഒരുപക്ഷെ അതിനുശേഷമായിരിക്കും ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് റിമാൻഡ് നടപടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കണമോ അതോ മജിസ്ട്രേറ്റ് ആശുപത്രിയിലേക്ക് വരണമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാവുക. എന്തായാലും ഇന്ന് വിശദമായ പരിശോധനകൾ, പ്രത്യേകിച്ച് ടെസ്റ്റുകളാണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. ഇന്നലെ രാത്രിയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെ ഇടുക്കിയിലെ മുട്ടത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരി മാസം, അതായത് ഈ കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് രഞ്ജിത്തിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ സെറ്റിൽ വെച്ച്, അത് ഫോർട്ട് കൊച്ചിയിൽ വെച്ച് കാരവാനിൽ വെച്ച് അവിടെ യുവനടിയോട് ഇയാൾ ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ യുവനടി വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ഒപ്പം തന്നെ കൗൺസിലിംഗ് അടക്കം പോകേണ്ട ഒരു സ്ഥിതിയിലേക്കൊക്കെ വരികയും ചെയ്തു. അതിനുശേഷമാണ് ഈ കഴിഞ്ഞ ദിവസം അവർ സെൻട്രൽ പോലീസിൽ നേരിട്ടെത്തി പരാതി നൽകുന്നത്. ഈ പരാതിയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ആരോപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അടക്കം കൈമാറുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നീക്കത്തിലേക്ക് വളരെ വേഗത്തിൽ തന്നെ പോലീസ് കടക്കുകയുമായിരുന്നു. പക്ഷേ ഈ അറസ്റ്റ് നീക്കങ്ങളെല്ലാം അറിഞ്ഞ് അതിന് അറസ്റ്റിനുള്ള സാധ്യതയുണ്ട് എന്നറിഞ്ഞ് രഞ്ജിത്ത് നേരെ ഇടുക്കിയിലേക്ക് പോവുകയായിരുന്നു. ഇടുക്കിയിലേക്ക് പോകുന്ന വഴിയിൽ വാഹനം തടഞ്ഞാണ് രഞ്ജിത്തിനെയും ഒപ്പമുണ്ടായിരുന്ന ആളെയും ഇടുക്കി പോലീസ്, അതായത് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അവിടെ നിന്നും ഇന്നലെ രാത്രിയാണ് രഞ്ജിത്തിനെ ഇവിടെ എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് അല്പസമയത്തിന് ശേഷം തന്നെ വിശദമായിട്ടുള്ള പരിശോധനകൾ, ശാരീരിക പരിശോധനകളൊക്കെ ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. ലിജിൻ, അശ്വതി, ഒരു കാര്യം കൂടി, ഈ നാടകീയമായിരുന്നു അറസ്റ്റ് എന്ന കാര്യത്തിൽ അശ്വതി ഇപ്പോൾ സൂചിപ്പിച്ചു. മാത്രമല്ല, വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുകയാണ്. BNS പ്രകാരം മാനഭംഗം, ലൈംഗിക അതിക്രമം, അശ്ലീല ആംഗ്യങ്ങൾ കാണിച്ച് തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുകയാണ്. വളരെ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗൗരവമേറിയ ഒരു പരാതി എന്ന് തന്നെ വേണ്ടേ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ? തീർച്ചയായും ഇതിൽ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ പരാതിയിൽ ആരോപിച്ചിട്ടുള്ളത്. ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പരാതി നേരെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയും ഇതിന്റെ അന്വേഷണ ചുമതല എറണാകുളം DCPക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഈ കഴമ്പുണ്ട് എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വളരെ വേഗത്തിലുള്ള അറസ്റ്റ് നടപടികളിലേക്കും രഞ്ജിത്തിന്റെ കസ്റ്റഡിയിൽ എടുക്കുന്ന നടപടികളിലേക്കും ഒക്കെ കടന്നത്. ഈ കാരവാനിൽ സംവിധായകരെ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ യുവ നടി ആ കാരവാനിലേക്ക് എത്തുകയും അവിടെ വെച്ച് യുവനടിയെ കടന്നു പിടിക്കുകയും മറ്റും ചെയ്തു എന്നതാണ് ഇയാൾക്കെതിരെയുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം. ഇതിനെ തുടർന്ന് ഈ പെൺകുട്ടി വലിയ രീതിയിലുള്ള മാനസികാഘാതത്തിലേക്ക് പോവുകയും അത് കൗൺസിലിങ്ങിലേക്കൊക്കെ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ മെഡിക്കൽ രീതിയിൽ, അതായത് അവർ പോയിട്ടുള്ള കൗൺസിലിംഗ്, അതിന്റെ വിശദാംശങ്ങൾ ഇതൊക്കെ തന്നെ വെച്ചുകൊണ്ടാണ് ഈ പരാതിയിലേക്ക് പോയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഗുരുതരമായി ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്നും പോലീസിന് ബോധ്യപ്പെട്ടത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ പോലീസ് ഇതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നു. അറസ്റ്റ് ഭയന്നാണ് രഞ്ജിത്ത് നേരെ ഇടുക്കിയിലേക്ക് പോവുകയും ചെയ്തത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇടുക്കി പോലീസിന് വിവരം കൈമാറുകയും SP-യുടെ തന്നെ നേരിട്ടുള്ള നിർദ്ദേശത്തിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളും വകുപ്പുകളും തന്നെയാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇത് എന്തായാലും ഇതിന് ജാമ്യമോ മറ്റു കാര്യങ്ങൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും പക്ഷേ അതിന് തൊട്ട്
മുന്നോടിയായിട്ട് സാധാരണ രീതിയിൽ ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പല പ്രമുഖരെയും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും രഞ്ജിത്ത് ആശുപത്രിയിൽ തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. ലിജിൻ, ശരി. എന്തായാലും ജനുവരി 9 ഫോർട്ട് കൊച്ചിയിൽ വെച്ച് സിനിമാ സെറ്റിൽ വെച്ച് യുവനടിയെ ആക്രമിച്ചു അല്ലെങ്കിൽ യുവനടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പരാതി നടി നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാടകീയമായിട്ടുള്ള അറസ്റ്റ് ഇന്നലെ രാത്രി ഉണ്ടായത്. നിലവിൽ എന്തായാലും രഞ്ജിത്ത് ആശുപത്രിയിലാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. ഇറാൻ US യുദ്ധം 2 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നത് അമേരിക്കയുടെ ലക്ഷ്യമല്ല എന്നും ട്രംപ് വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ വെച്ച് വ്യക്തമാക്കി. ഇറാനുമായി ഒരു ഔദ്യോഗിക കരാറോ ഉടമ്പടിയോ ഇല്ലാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ US-ന് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നതായിരുന്നു സൈനിക നടപടിയുടെ പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യം കൈവരിക്കപ്പെട്ടു എന്ന് ട്രംപ് അവകാശപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനുമായി ഒരു ഒത്തുതീർപ്പ് കരാറിൽ ഏർപ്പെടണമെന്ന് നിർബന്ധമില്ല എന്നും ട്രംപ് പറഞ്ഞു. Because there's no reason for us to do this. Look, problem with the Strait, a guy can take a mine, drop it in the water, and say, oh, it's unsafe. It's not like you're taking out an army or you're taking out a country or they can drop it. Or you can take a machine gun from the shore and shoot a few bullets at a ship. Or maybe an over-the-shoulder missile, small missiles. That's not for us. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യാസ് പ്രൈഡ്. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഈ 8 നാളുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. പരസ്യപ്രചരണത്തിന്റെ അവസാന ലാപ്പിൽ കേന്ദ്ര നേതാക്കളടക്കം മുന്നണി പോരാളികൾ റോഡ് ഷോകളും പര്യടനങ്ങളുമായി വിവിധ മണ്ഡലങ്ങളിലുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് തിരുവനന്തപുരത്തെത്തും. എറണാകുളത്തും മുഖ്യമന്ത്രിയുടെ പര്യടനം ആലപ്പുഴയിലാണ്. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ പ്രിയങ്ക ഗാന്ധിയും പ്രചരണത്തിന് എത്തുകയാണ്. അൻഫിലിറ്റ് ചേരുകയാണ്. അൻഫിലിറ്റ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇനി കേവലം 8 ദിവസം, അതായത് ഒരാഴ്ചയ്ക്ക് മാത്രമാണ് ഇനി കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ശേഷിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിൽ മുന്നണികളുണ്ട്. അവസാനവട്ട പ്രചരണ പരിപാടികൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അൻഫിലിറ്റിലേക്ക് വരാം. ഇനി 8 ദിവസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത്. ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി എത്തി. അതിന് പിന്നാലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ മറ്റ് ദേശീയ നേതാക്കളൊക്കെ തന്നെ എത്തുകയുണ്ടായി. അൻഫിലിറ്റ് തുടരുന്നുണ്ട്. അൻഫിലിറ്റ്, ഇനി കേവലം ദിവസങ്ങൾ മാത്രം, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത്. അവസാന ലാപ്പ്, അവസാനവട്ട പ്രചരണങ്ങൾ മുന്നണികൾ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എത്രമാത്രം ആത്മവിശ്വാസമാണ് മുന്നണികൾക്കുള്ളത്? ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. എന്തായാലും അൻഫിലിറ്റിലേക്ക് വരാം. വലിയ വിജയപ്രതീക്ഷയിലാണ് എല്ലാ മുന്നണികളും ഉള്ളത് എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ് അടക്കമുള്ളവർ നിരവധി വാഗ്ദാനങ്ങൾ നൽകുന്നു. കഴിഞ്ഞ ദിവസം BJPയുടെ NDAയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. യുവാക്കൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വലിയ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ സഹായം നൽകുകയും ചെയ്യുന്ന, പ്രതീക്ഷ നൽകുന്ന വലിയൊരു പ്രകടന പത്രിക BJP പുറത്തിറക്കുന്നു. നേരത്തെ 5 ഗ്യാരണ്ടികൾ, ഇന്ദിരാ ഗ്യാരണ്ടികൾ എന്ന പേരിൽ കോൺഗ്രസ് അവരുടെ സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും പോരാട്ടം കനക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം ഇനി കേവലം 8 ദിവസം, 9-ാം തീയതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ പരമാവധി വോട്ടർമാരെ നേരിൽ കാണുവാനും പരമാവധി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനുമാണ് മുന്നണികൾ ശ്രമിക്കുക. അതിന് ദേശീയ നേതാക്കൾ, താരപ്രചാരകർ അടക്കമുള്ളവരെ കൊണ്ടുവരികയാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൻഫിലിറ്റ് തുടരുന്നുണ്ട്. അൻഫിലിറ്റ് സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതീക്ഷയിലാണ് മുന്നണികൾ. അവസാനവട്ട പ്രചരണ പരിപാടികൾ ഏത് രീതിയിലായിരിക്കും പുരോഗമിക്കുക? ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ് കേരളത്തിൽ ഉണ്ടാവുക? ഹലോ, അൻഫിലിറ്റ് പറഞ്ഞോളൂ.
ലിജൻ, തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഇനി പരസ്യ പ്രചാരണം അവസാനിപ്പിക്കാൻ 6 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ പ്രചാരണം അവസാനിക്കുന്ന അവസാന ലാപ്പിൽ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ, നമുക്കറിയാം പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വന്നു പോയിരുന്നു. അതിന് പിന്നാലെ പ്രധാനമന്ത്രി വീണ്ടും ഒരു 2ാം വരെ കൂടി അദ്ദേഹം ഏപ്രിൽ 4-ാം തീയതി വരികയാണ്. അത് പ്രധാനമായും തലസ്ഥാനത്താണ്. തലസ്ഥാനത്ത് റോഡ് ഷോ നടത്തുന്നു. അതോടൊപ്പം തന്നെ പത്തനംതിട്ട തിരുവല്ലയിൽ അദ്ദേഹം പോകുന്നു, റോഡ് ഷോ നടത്തുന്നു. അങ്ങനെ അവസാന ലാപ്പിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ വരുന്നു. ഒപ്പം കേന്ദ്ര നേതാക്കൾ, ഇന്ന് പ്രതിരോധ മന്ത്രി എത്തുകയാണ്. രാജ്നാഥ് സിംഗ് ഇന്ന് അദ്ദേഹത്തെ തലസ്ഥാനത്തും എറണാകുളത്തുമാണ് അദ്ദേഹത്തിന്റെ പൊതുപരിപാടി. ഒപ്പം തന്നെയും സംസ്ഥാന നേതാക്കൾ, പ്രമുഖർ, മുഖ്യമന്ത്രിയുടെ പര്യടനമാകട്ടെ ഇന്ന് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ പര്യടനം ഏറെ ജനശ്രദ്ധ ആകർഷിക്കുന്നു. കാരണം അമ്പലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങളാണ് മുഖ്യമന്ത്രിയുടെ പര്യടനം. അവിടെ ജി സുധാകരന്റെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ എത്തുമ്പോൾ മുഖ്യമന്ത്രി എന്താകും, മുഖ്യമന്ത്രി പൊതുപരിപാടിക്കിടെ സംസാരിക്കുക, മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഏത് രീതിയിലാകും എന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ ഡീൽ ആരോപണങ്ങൾ അടക്കം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ഏറ്റവും ശക്തമായി തന്നെ പ്രത്യാരോപണങ്ങൾ മുന്നണി നേതാക്കൾ കൊണ്ടും കൊടുത്തുമാണ് ഡീൽ ആരോപണങ്ങൾ, പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നു. ഈ വിഷയത്തിലൊക്കെ തന്നെയും അടക്കം ഈ സംസ്ഥാന നേതാക്കൾ, അതായത് മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുമ്പോൾ പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ചയും ഇന്ന് കാണാനാകും. അതോടൊപ്പം തന്നെ ദേശീയ നേതാക്കൾ, ഈ BJPയിലെ ദേശീയ നേതാക്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റാണ ഇന്ന് തലസ്ഥാനത്ത് എത്തുകയാണ്. കോൺഗ്രസിലെ UDF നേതാക്കളുടെ വിവിധ പരിപാടികളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തു മടങ്ങുന്നു. ഒപ്പം തന്നെയും രാഹുൽ ഗാന്ധി വന്നു മടങ്ങിയതിന് പിന്നാലെ പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ പ്രചാരണത്തിൽ എത്തുന്നുണ്ട്. അതിന്റെ ഷെഡ്യൂൾ തീയതി ക്രമീകരിച്ചിട്ടില്ല. പക്ഷേ ഉടൻ തന്നെ വരും ദിവസങ്ങളിൽ തന്നെയും അവസാന ലാപ്പിൽ പ്രിയങ്ക ഗാന്ധിയും പ്രചാരണത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ തന്നെയും UDF ക്യാമ്പിനെ ആവേശം കൊള്ളിക്കാനായി പ്രിയങ്ക ഗാന്ധി എത്തുന്നു. ഒപ്പം മറ്റ് നേതാക്കളൊക്കെ തന്നെയും കോൺഗ്രസിനെ പ്രതികരിച്ച് കേന്ദ്ര നേതാക്കൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയും CPMലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളൊക്കെ വിവിധ ഇടങ്ങളിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതിനപ്പുറത്തേക്കാണ് സംസ്ഥാനത്തെ താരപ്രചാരകരൊക്കെ തന്നെ വിവിധ ഇടങ്ങളിൽ. ഇന്നിപ്പോൾ കേരളത്തിൽ MP-മാർ എന്ന് പാർലമെന്റിലെ ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഡൽഹിയിലെത്താനായും KC വേണുഗോപാൽ, ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഒരു ദിവസത്തേക്ക് MP-മാരൊക്കെ തന്നെ പാർലമെന്റിലുണ്ടാകും. ശശി തരൂർ അടക്കമുള്ളവരൊക്കെ വിവിധ മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന്റെ പര്യടന പരിപാടികളൊക്കെ ചാർട്ട് ചെയ്തതാണ്. പക്ഷേ ദിവസം ഇനി വളരെ കുറച്ച് ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ അവസാന ലാപ്പിൽ വലിയ ആവേശം തന്നെയാണ് പ്രചാരണം. 3 മുന്നണികളും വലിയ ആവേശത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ അവസാന ലാപ്പിലെങ്കിൽ ഏതൊക്കെ വിഷയങ്ങളാകും പ്രചാരണത്തിന് സജീവമായി. വികസന നേട്ടങ്ങൾ ഇതുവരെ തന്നെ സജീവമായി കൊണ്ടുവന്നിട്ടില്ല. പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഡീൽ ആരോപണം, SDP ബന്ധം ഉൾപ്പെടെ അന്നതിനപ്പുറത്തേക്ക് ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ വിവിധ വിഷയങ്ങളാണുള്ളത്. അതേസമയം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഈ ശബരിമല സ്വർണ്ണക്കുള്ള വിഷയമൊക്കെ ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചിരുന്നു. അത് ഒരു പരിധിവരെ അത് പ്രചാരണത്തിൽ കൊണ്ടുവരാനും സാധിച്ചിരുന്നു എങ്കിൽ പോലും ഈ ഡീൽ ആരോപണം, SDP ബന്ധങ്ങൾ, അതായത് വോട്ട് ബാങ്കുകൾ ലക്ഷ്യമാക്കിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രം തന്നെയാണ് അവസാന ലാപ്പിലും പ്രചാരണ രംഗത്ത് സജീവമായി നിൽക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദം അത് സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാണ് എന്ന് തീരുമാനമെടുക്കുന്നു. ആ മുഖ്യമന്ത്രി അതിൽ തീരുമാനമെടുക്കും. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ ആ സംവാദം ഇനിയും തുടരുമോ? കാരണം വികസന നേട്ടങ്ങൾ അവിടെ അത്തരം സംവാദങ്ങളെങ്കിലും വികസന നേട്ടങ്ങൾ പരസ്പരം എണ്ണി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അതായത് നമുക്കറിയാം ലൈഫ് മിഷനിലെ വീടുകളുടെ നിർമ്മാണത്തെ ചൊല്ലിയായിരുന്നു ഇരുവരും തമ്മിൽ പോരടിക്കുകയും നേരിട്ടുള്ള സംവാദത്തിനൊക്കെ വെല്ലുവിളിക്കുകയുമൊക്കെ ചെയ്തത്. പക്ഷേ നേരിട്ടുള്ള സംവാദം മുഖ്യമന്ത്രി ഒഴിവാക്കുന്ന പശ്ചാത്തലത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള ഒരു സംവാദം തുടരുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെയും SDP വോട്ടുകളെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. നിയമമടക്കമുള്ള വിവിധ മണ്ഡലങ്ങളിലെ വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലെ പോര് തർക്കമൊന്നും തന്നെ അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും ഡീൽ ആരോപണങ്ങൾ, വിവിധ മണ്ഡലങ്ങളിലെ ഡീൽ ആരോപണങ്ങളെ ചൊല്ലി തന്നെയാണ് CPM-ഉം കോൺഗ്രസും തമ്മിൽ പോരടിക്കുന്നത്. അതേസമയം BJP ആകട്ടെ വികസന നേട്ടങ്ങൾ ഉയർത്തുന്നു. പ്രധാനമന്ത്രിയുടെ 2ാം വരവ്. ഇന്നിപ്പോൾ ദേശീയ അധ്യക്ഷൻ ഇന്ന് കണ്ണൂരിലാണ്, നിബിൻ കണ്ണൂരിലാണ്. ഒപ്പം കേന്ദ്ര പ്രതിരോധ മന്ത്രി ഇന്ന് കേരളത്തിലുണ്ട്. ഒപ്പം തന്നെയും മോദിയുടെ വികസിത ഭാരതം, വികസിത കേരളം എന്ന് പറയുന്ന ക്യാമ്പയിനൊക്കെ തന്നെ അവർ കഴിഞ്ഞ ദിവസം പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. ആ ക്യാമ്പയിനൊക്കെ തന്നെ ഇനിയുള്ള ഈ അവസാന ലാപ്പിലെ 6 ദിവസം 6-7 ദിവസം വളരെ സജീവമായി നിലനിർത്താൻ തന്നെയാണ് NDA ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെയും UDF ആയാലും LDF ആയാലും വളരെ ശക്തമായ പോരാട്ടം അവസാന ദിവസങ്ങളിൽ, അവസാന ലാപ്പിൽ വളരെ ശക്തമായ പോരാട്ടം തന്നെയാണ് മുന്നണി പോരാളികൾ നയിക്കുന്നത്. ലിജിൻ, ശരി അൻഫിലിറ്റ്, എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. ദേശീയ നേതാക്കളൊക്കെ തന്നെ
കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. വിവിധ വിഷയങ്ങൾ ഉന്നയിക്കുകയാണ്. ഡീൽ വിവാദമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ SDPIയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാകുന്നുണ്ട്. പക്ഷെ അപ്പോഴും സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ വികസന നേട്ടങ്ങളൊക്കെ തന്നെ ഇവരുടെ ഇടയിൽ ചർച്ചയാകുന്നുണ്ടോ എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ചോദ്യം. അൻഫ്രിറ്റായിരുന്നു വിവരങ്ങൾ നൽകിയത്. ഇനി സ്ഥാനാർത്ഥികളുടെ പ്രതികരണം വളരെ പ്രധാനമാണ്. തൃശ്ശൂരിലെ പ്രചരണത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം തുറന്ന ജീപ്പിൽ നിൽക്കാൻ സാധിച്ചത് കോൺഗ്രസിനോടുള്ള മധുര പ്രതികാരമെന്ന് NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. പണ്ട് കോൺഗ്രസിന്റെ പ്രചരണ ജാഥയിൽ തന്നെ ഉൾപ്പെടുത്താത്തത് വലിയ രീതിയിൽ വേദനിപ്പിച്ചു. പ്രധാനമന്ത്രി അത് തിരിച്ചറിഞ്ഞ് തന്നെ ഒപ്പം നിർത്തി. കോൺഗ്രസിൽ നിന്നും ലഭിക്കാത്ത ജനപിന്തുണയാണ് ഉള്ളത് എന്നും പത്മജ അമൃത വാർത്തകളോട് പറഞ്ഞു. തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നാരായൺ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി NDAയുടെ പ്രചരണത്തിന് ഊർജ്ജം നൽകിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. തുറന്ന ജീപ്പിൽ പ്രധാനമന്ത്രിക്കൊപ്പം അന്ന് ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ചേച്ചി, ആ ഒരു ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഓർത്ത് ചേച്ചിനെ മുന്നേ പറഞ്ഞതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രചരണ ജാഥയിൽ ചേച്ചിയെ തുറന്ന ജീപ്പിൽ കയറ്റിയില്ല എന്നുള്ളത്. ഇത് ശരിക്കും അതിനുള്ളൊരു മധുര പ്രതികാരമാണോ? അത് നമ്മളൊക്കെ പറയണ മാതിരി കാലത്തിൻ്റെ ഒരു കാവ്യനീതി എന്ന് പറഞ്ഞ മാതിരി. പിന്നെ മോദിജിയുടെ ആ ഒരു നല്ല മനസ്സ്, ഞാൻ ഇക്കാര്യത്തിൽ സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ടായിരിക്കാം എന്നെ പ്രത്യേകിച്ച് പിടിച്ച് മുന്നിൽ നിർത്തി. അത് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നത്. കാരണം അത്രമാത്രം അപമാനം ഞാൻ അന്ന് സഹിച്ചിരുന്നു. അന്നത്തെ DC ബസ്സിനോട് ഞാൻ പറഞ്ഞപ്പോൾ എങ്കിൽ തന്നെ നടത്തിക്കോളൂ, ഞങ്ങളൊന്നുമില്ല എന്ന്. അങ്ങനെ എന്നെ കയറ്റാണ്ട് അന്നത്തെ MP മാത്രം കയറി. എന്നിട്ട് സ്റ്റേജിൽ വന്നിട്ടും അദ്ദേഹം 5ാമതായിട്ടാണ് എൻ്റെ പേര് പറഞ്ഞ് എവിടെ ഞാൻ മത്സരിക്കുന്ന സ്ഥലത്ത്. അപ്പോഴേ എനിക്ക് മനസ്സിലായത് എവിടേക്കാണ് പോണേ എന്നുള്ളത്. അപ്പോൾ അന്ന് ഞാൻ വേദനിച്ചതിന് ദൈവം ഒരു വരദാനം മാതിരി മോദിജിയുടെ രൂപത്തിൽ വന്നിട്ട് എനിക്കൊരു മനസ്സിന് സന്തോഷവും ഇതും തന്നു എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നേരിട്ടെത്തിയോടുകൂടി ഒരു പ്രവർത്തകർക്ക് വലിയ ഊർജ്ജമാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഇപ്പോൾ എത്രത്തോളം ഉണ്ട്? നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഇവിടെ മുഴുവൻ മോദിജീനെ സ്നേഹിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിലും ഭയങ്കര സ്നേഹമാണ് മോദിജി എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ആ സമയത്തൊന്നും ഇത്രയും വലിയൊരു ജനക്കൂട്ടം നമ്മൾ കാണില്ലല്ലോ. ഞാൻ കണ്ടപ്പോൾ അതിശയിച്ചു പോയി. ഞാൻ വിചാരിച്ച ഇത്രയും ഒന്നും ആൾക്കാരെ പകുതി പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ആൾക്കാരെ ആവേശമാണ് കണ്ടത്, ഭയങ്കര ആവേശം. ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണല്ലോ. അപ്പോൾ ഇപ്പോഴുള്ള ആദ്യം തുടക്കത്തിലും ഇപ്പോഴുള്ള ജനങ്ങളുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? തുടക്കം മുതലേ നല്ല പിന്തുണ ഉണ്ടായിരുന്നു എനിക്ക് ഇറങ്ങിയപ്പോൾ. ഒരിക്കലും എനിക്ക് കോൺഗ്രസ്സിൽ കിട്ടാത്തൊരു പിന്തുണ എനിക്ക് ഇതിൽ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ശരിക്കുള്ള സ്ഥലത്ത് ഇപ്പോഴാണ് കേട്ടോ എത്തിയെന്നും പറഞ്ഞിട്ടാണ് സ്ത്രീകളെ പ്രതികരിക്കുന്നത്. മോദിജി വന്നപ്പോൾ നാച്ചുറലി ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഒരു എന്താ പറയുക, ഒരു സന്തോഷമോ ഒരു അഭിമാനമോ അതൊക്കെയാണ് സ്ത്രീകളെ പ്രകടിപ്പിച്ചത് എന്നോട്. എന്തായാലും വലിയ ശുഭപ്രതീക്ഷയാണ്. അതെ, തീർച്ചയായിട്ടും. എല്ലാവിധ ആശംസകളും നേരെയാണ്. പത്മജ വേണുഗോപാലാണ് നമ്മോടൊപ്പം ചേർന്നത്. വലിയ ശുഭപ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൈവരിക്കാനാകും. താൻ കൃത്യമായ സ്ഥലത്ത് തന്നെയാണ് എത്തിയത്. ജനപിന്തുണ അത്രത്തോളം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. തൃശ്ശൂരിൽ നിന്നും ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്. 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി ആൻസലൻ 3ാം അംഗത്തിന് ഇറങ്ങുന്നത്. നെയ്യാറ്റിൻകരയിൽ LDFും UDFും തമ്മിലാണ് മത്സരമെന്നും പരാജയഭീതി മൂലം UDF ഉയർത്തുന്ന ഡീൽ ആരോപണങ്ങൾ സർക്കാരിന്റെ ഭരണ തുടർച്ചയെ ബാധിക്കില്ല എന്നും ആൻസലൻ അമൃത വാർത്തകളോട് പറഞ്ഞു. വലിയ ആവേശത്തിൽ തന്നെയാണ് നെയ്യാറ്റിൻകരയിലെ LDF സ്ഥാനാർത്ഥി ആൻസലൻ. വീണ്ടും സിറ്റിംഗ് MLA ആണ്, വീണ്ടും 3ാമതാണ് മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. പര്യടനം ഇപ്പോൾ 2ാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു, വീണ്ടും 3ാം തവണ അംഗത്തിനിറങ്ങുമ്പോൾ നെയ്യാറ്റിൻകരക്കാർ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്ന ആത്മവിശ്വാസം കൂടിയിട്ടുണ്ടോ? കൂടിയിട്ടുണ്ട്. നല്ല പുരുഷ ഈ മണ്ഡലം നിലനിർത്തും. വികസന നേട്ടങ്ങൾ മുന്നിൽ നിർത്തി തന്നെയാണോ ജനവിധി തേടുന്നത് 3ാമതും? വികസന നേട്ടങ്ങളൊപ്പം ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ, ജനങ്ങളോടുള്ള ആത്മബന്ധം, ഇതെല്ലാം കൈമുതലാക്കിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയം നേടുന്നത്. മൊത്തത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് UDFിനോടൊപ്പമായിരുന്നല്ലോ ഒരു ട്രെൻഡ്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ പൊതുവെ പറയുന്നത് ചിലപ്പോൾ UDFിലെ ഒരു ഭരണ തുടർച്ചയ്ക്കുള്ള സാധ്യത കുറവാണ്. ഒരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ തന്നെയാണ് മൊത്തത്തിൽ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ട്രെൻഡ് വെച്ചാണ് പൊതുവെ വിലയിരുത്തുന്നത്. എങ്ങനെ തോന്നുന്നു? പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, തദ്ദേശ തിരഞ്ഞെടുപ്പ്, അസംബ്ലി തിരഞ്ഞെടുപ്പ്, മൂന്ന് പാറ്റേണാണ്. കഴിഞ്ഞ 2000 പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലും ഇവിടെ UDFിനായിരുന്നു മേൽക്കൈ. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും സ്ഥിരമായി UDFിനാണ് മേൽക്കൈ. പക്ഷേ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് മാറി. അതുകൊണ്ട് അതിന് ആശങ്കയൊന്നുമില്ല.
എല്ലായിടത്തും പൊതുവെ നമ്മൾ കേൾക്കുകയാണ് ഈ ഡീൽ ആരോപണമൊക്കെ പല മണ്ഡലങ്ങളിലും. CPM കോൺഗ്രസ്സാണ് ഉന്നയിക്കുന്നത്. CPM BJP തമ്മിലൊരു ഡീൽ പാലക്കാട് തുടങ്ങിയത്. പക്ഷേ ആ ഡീൽ ഇപ്പോൾ മറ്റെല്ലാ മണ്ഡലങ്ങളും വ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ നെയ്യാറ്റിൻകരയിൽ തോന്നുന്ന ആ രീതിയിൽ എന്തെങ്കിലും ഒരു ആരോപണം, അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം എന്തെങ്കിലും ഉണ്ടോ? CPM-ന്റെ നിലപാട് BJP-യോടും RSS-നോടും ഉറച്ചതാണ്. 4 വോട്ടിന് വേണ്ടി CPM ഒരിക്കലും നിലപാട് മാറ്റിയിട്ടില്ല. കേരളത്തിലെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ മുന്നിൽ 91-ലെ വേപ്പൂരും വടകരയും മോഡലാണ്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ പോലും UDF പരസ്യമായി രഹസ്യമായി BJP-യുമായി ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായി ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു പുതിയ ന്യായമാണ് ഡീൽ. അതൊന്നും കേരളത്തിലെ ജനങ്ങൾ പുച്ഛത്തോടു കൂടി തള്ളിക്കളയും. ത്രികോണ മത്സരമുണ്ട്. ശക്തമായ മത്സരം 3 മുന്നണി സ്ഥാനാർത്ഥികളും മത്സരരംഗത്തേക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ത്രികോണ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. CPM ശരിക്കും നേരിടുന്നത് BJP-യാണോ കോൺഗ്രസിനെയാണോ? UDF-നെയാണ്. തീർച്ചയായും അത് തന്നെയാണ്. എതിരാളികൾ എത്ര ശക്തന്മാരായാലും കരുത്തന്മാരായാലും അതൊന്നും തന്നെ ഈ പോരാട്ടത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് സിറ്റിംഗ് MLA ആയ ആൻസൽ. അത്രയേറെ ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിന്. ഈ മണ്ഡലത്തിലുള്ള ആത്മബന്ധമൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ഈ രീതിയിലൊരു ആത്മവിശ്വാസത്തിലേക്ക് മുന്നോട്ട് നയിക്കുന്നത്. വിഷ്ണുവിനൊപ്പം മൻഫിലി ഡിസൂസ. കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ പങ്കെടുത്ത ശശി തരൂർ MP. പുതുപ്പള്ളി, കോട്ടയം, ഏറ്റുമാനൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കായിട്ടാണ് തരൂർ പ്രചരണത്തിന് ഇറങ്ങിയത്. നാളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒറ്റമുന്നണി UDF ആണെന്നും ഒരു പൊതു കേരളത്തിന് വേണ്ടിയാണ് UDF നിലകൊള്ളുന്നത് എന്നും തരൂർ പറഞ്ഞു. കോട്ടയത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ പ്രമുഖ നേതാക്കളെ എത്തിച്ച് പോരാട്ടം കൂടുതൽ ശക്തമാക്കുകയാണ് മുന്നണികൾ. രാഹുൽ ഗാന്ധി എത്തിയതിന് പിന്നാലെ AICC വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂരും പ്രചാരണത്തിനായി എത്തിയത് പ്രവർത്തകർക്ക് ആവേശമായി. കോട്ടയം, പുതുപ്പള്ളി, ഏറ്റുമാനൂർ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ റാലികളിലാണ് തരൂർ പങ്കെടുത്തത്. നാളെയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരേയൊരു മുന്നണി UDF ആണെന്ന് പറഞ്ഞ തരൂർ ഒരു പുതുകേരളത്തിന് വേണ്ടിയിട്ടാണ് UDF നിലകൊള്ളുന്നതെന്നും കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നശിപ്പിച്ച ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. അങ്ങനൊരു സർക്കാരിന് തുടരാൻ അവകാശമില്ലെന്നും തരൂർ കൂട്ടിച്ചേർത്തു. പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്. നിങ്ങളെല്ലാവർക്കും അറിയാം, ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്പേസ് ടെക്നോളജിയിൽ പ്രൈവറ്റ് സെക്ടറിനെ സ്വീകരിച്ചിട്ടുണ്ട്. കേരളം വീണ്ടും അവരെ സ്വീകരിച്ചിട്ട് 1ാം സ്ഥാനം എത്താൻ സാധിക്കും സ്പേസിൽ. തുമ്പയും VSCCയും ഒക്കെ നമ്മുടെ സംസ്ഥാനത്തായിരുന്നു. ഇന്ത്യയിൽ ആകെ ഒറ്റ സ്പേസ് യൂണിവേഴ്സിറ്റി ഉള്ളത് കേരളത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഇവരെല്ലാവരും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ട് നാനോ സാറ്റലൈറ്റ് ലോഞ്ചസ്, ജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ്, ഇതൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യത കേരളത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. രാവിലെ ഏറ്റുമാനൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടികളിൽ പങ്കെടുത്ത തരൂർ ഉച്ചയ്ക്ക് ശേഷം പുതുപ്പള്ളി, കോട്ടയം മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കാളിയായി. ജില്ലയിൽ നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും റാലികളിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോട്ടയം. തിരുവനന്തപുരം അരുവിക്കരയിൽ ഇത്തവണ തീപാറുന്ന പോരാട്ടമാണ്. കൈവിട്ടുപോയ കുത്തക മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDF ചുമതലപ്പെടുത്തിയിരിക്കുന്നത് മുതിർന്ന നേതാവ് VS ശിവകുമാറിനെയാണ്. 5 വർഷം മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥി G. സ്റ്റീഫൻ. അരുവിക്കരയെ അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത അവസ്ഥയിലാക്കിയ ഇടത് വലത് മുന്നണികളെ ജനം ഇത്തവണ തള്ളിക്കളയുമെന്ന് BJPയും പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. LDFും UDFും നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് അരുവിക്കര. 3 പതിറ്റാണ്ട് കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലം LDFിനെ തുണച്ചത് 2021 തെരഞ്ഞെടുപ്പിൽ. കന്നി അംഗത്തിൽ G. സ്റ്റീഫൻ ശബരിനാഥിനെ അന്ന് പരാജയപ്പെടുത്തിയത് 5000-ൽ പരം വോട്ടുകൾക്ക്. ഇത്തവണയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണിയും G. സ്റ്റീഫനും. ഈ മണ്ഡലത്തിൽ നിന്ന് അവർ തിരഞ്ഞെടുത്ത ജനപ്രതി എന്നുള്ള നിലയിൽ അവരുടെ സുഖദുഃഖങ്ങളിൽ ഞാനുണ്ടായിരുന്നു. അവരറിയിക്കുന്നത് ഞാൻ അറിയുന്നതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരു ഏർപ്പാടിനും മറ്റു ചില MLA-മാരെ പോലെ പോയില്ല. പൂർണ്ണമായി ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി തന്നെ സമയം ചെലവഴിച്ചു. സ്റ്റീവൻ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് മികച്ച വിജയം അരുവിക്കര മണ്ഡലത്തിൽ നൽകും. LDF ഗവൺമെന്റിന് തുടർച്ചയുണ്ടാകും. 3 പതിറ്റാണ്ട് കൈപ്പിടിയിലുണ്ടായിരുന്ന മണ്ഡലം നഷ്ടമായത് അതീവ ഗൗരവത്തോടു കൂടിയാണ് UDF കാണുന്നത്. മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ VS ശിവകുമാറിനെ കളത്തിലിറക്കിയത് ഇതുകൊണ്ട് തന്നെ.
ഉജ്ജ്വലമായ വിജയം നേടും അരുവിക്കരയിൽ. അരുവിക്കരയിൽ ഈ സീറ്റ് ജി കാർത്തികേയന് 25 വർഷക്കാലം, അത് കഴിഞ്ഞ് ശബരിനാഥൻ 5 വർഷക്കാലം, അത് നമുക്ക് നഷ്ടപ്പെട്ടു. ഈ സീറ്റ് തിരിച്ചു പിടിക്കുന്നതിലേക്ക് വേണ്ടിയാണ് പാർട്ടി എന്നെ നിയോഗിച്ചിരിക്കുന്നത്. ആ നിയോഗം ഞാൻ ഏറ്റെടുത്തു, ശക്തമായി മുന്നോട്ട് പോകും. ഇവിടെ വിജയം സുനിശ്ചിതമാണ്. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും, യാതൊരു സംശയവുമില്ല. മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചിതനായ നടൻ വിവേക് ഗോപനാണ് NDAയുടെ സ്ഥാനാർത്ഥി. ഇടതു വലത് മുന്നണികളുടെ മാറി മാറിയുള്ള ഭരണം അരുവിക്കരയിൽ വികസന മുരടിപ്പിന് കാരണമായി എന്ന് BJP ആരോപിക്കുന്നു. ആദ്യമായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള പല സൗകര്യങ്ങളും ഇവിടെ ലഭ്യത വരുത്താനായിട്ടുണ്ട്. അതിൽ നമുക്ക് എടുത്തു പറയുമ്പോൾ തന്നെ നമ്മൾ കുടിവെള്ള ക്ഷാമമുണ്ട്. അതുപോലെ തന്നെ പല ഉൾപ്രദേശങ്ങളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്. വീട്ടിൽ പൈപ്പ് വെച്ചിട്ടുണ്ട്, പക്ഷേ പൈപ്പിൽ വെള്ളമില്ല. അതൊക്കെ ഇവിടുത്തെ ഇപ്പം സിറ്റിംഗ് ആയിട്ടുള്ള MLAയുടെ അനാസ്ഥ കൂടിയാണെന്ന് വേണം പറയാനായിട്ട്. ഈ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത്. സംസ്ഥാനത്തും അരുവിക്കരയിലും വിജയ തുടർച്ച ഉണ്ടാകുമെന്ന് ഇടതുമുന്നണി കണക്ക് കൂട്ടുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും ഭരണമാറ്റം ഉണ്ടാകുമെന്നുമാണ് UDFന്റെ പ്രതീക്ഷ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലപ്പുറം നിയമസഭാ മണ്ഡലം ഇത്തവണ PK കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യം കൊണ്ടാണ് ശ്രദ്ധാകേന്ദ്രമാകുന്നത്. പതിറ്റാണ്ടുകൾക്ക് ശേഷം മുസ്ലിം ലീഗിന്റെ കരുത്തനായ നേതാവ് തന്റെ രാഷ്ട്രീയ കളരിയായ മലപ്പുറത്തേക്ക് തിരിച്ചെത്തുമ്പോൾ ചരിത്ര ഭൂരിപക്ഷം സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് അണികൾ. എന്നാൽ ശക്തമായ പ്രതിരോധവുമായി ഇടതുപക്ഷവും നിറസാന്നിധ്യവുമായി NDAയും രംഗത്തുണ്ട്. മലപ്പുറത്തിന്റെ കുഞ്ഞാപ്പ വീണ്ടും തന്റെ പഴയ തട്ടകത്തിലേക്ക്. 1980 മലപ്പുറം നഗരസഭ അധ്യക്ഷനായി തുടങ്ങിയ ജൈത്രയാത്ര 1982 87 മലപ്പുറം MLA ആയി. പിന്നീട് കുറ്റിപ്പുറത്തേക്കും വേങ്ങരയിലേക്കും മാറിയ കുഞ്ഞാലിക്കുട്ടി 2026 വീണ്ടും മലപ്പുറത്തേക്ക് തിരിച്ചെത്തുമ്പോൾ അത് ലീഗ് പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. ഇവിടൊക്കെ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ 100% വിജയം ഉണ്ടായ സ്ഥലമാണ്. വൻ ലീഡ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വന്ന് മത്സരിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ കേരളത്തിൽ മുഴുവൻ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു കുറവുണ്ട്. കാരണം വെച്ചാൽ ഫണ്ട് കൊടുക്കില്ലല്ലോ. അപ്പോൾ റോഡ് നന്നാക്കാനും മറ്റൊന്നും ഫണ്ട് കൊടുക്കില്ല. അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഞങ്ങൾ UDF തവണ ഗവൺമെൻറ് വരും. ഈ നിയോജകമണ്ഡലങ്ങളൊക്കെ നന്നായി നോക്കും. കഴിഞ്ഞ തവണ P. ഉബൈദുള്ള നേടിയ 35,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് UDF. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയെ പിടിച്ചുകെട്ടാനായി NCP ശരത് പവാർ പക്ഷത്തെ KT മുജീബിനെയാണ് ഇടതുപക്ഷം നിയോഗിച്ചിരിക്കുന്നത്. ജില്ലാ ആസ്ഥാനമായ മലപ്പുറത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഉയർത്തിക്കാട്ടിയാണ് ഇടതുപക്ഷത്തിന്റെ പ്രചരണം. മറ്റു സ്ഥലങ്ങളായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ തന്നെ മനസ്സിലാവില്ലേ? നിങ്ങൾ എറണാകുളം പോയി നോക്കൂ, അതൊരു ജില്ലയുടെ തലസ്ഥാനമാണ്. മലപ്പുറം ടൗണിൽ ആ കുന്നുമ്മ നിന്ന് കണ്ണോടിച്ചാൽ മതി. ശ്മശാന എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ കഴിഞ്ഞ 10-45 വർഷമായിട്ട് എനിക്ക് ഓർമ്മിക്കുന്ന കാലത്തൊക്കെ അല്ലേ അങ്ങനെ തന്നെയാണ് മലപ്പുറം കുന്നുമ്മ. ഇപ്പോഴും ആ കുന്ന് തന്നെയാണ്. NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മഹിളാ മോർച്ച മലപ്പുറം സെൻട്രൽ ജില്ലാ പ്രസിഡന്റായ അശ്വതി ഗുപ്ത കുമാറാണ്. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് NDAയുടെ പ്രചരണം. രാഷ്ട്രത്തിന്റെ വികസനം അത് മലപ്പുറത്തും വേണം. മലപ്പുറം 2 ഇടത് വലത് ഭരിച്ചിട്ടും നമുക്ക് വികസനം എന്ന് പറയുന്ന കാര്യം മലപ്പുറത്ത് ഇന്നും എത്തിയിട്ടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ ഈ മലപ്പുറത്ത് സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. BJP മുന്നോട്ട് വയ്ക്കുന്നത് മലപ്പുറത്തുള്ള ഗതാഗത കുരുക്ക്, അത് പ്രധാന ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ജൽജീവൻ പദ്ധതി, കുടിവെള്ളം, അതുപോലെ തന്നെ റോഡുകൾ, ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ പദ്ധതികളാണ്. ഇതെല്ലാം മലപ്പുറത്ത് എത്തിക്കുക എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാന ഒരു വിഷയമായിട്ടുള്ളത്. കുഞ്ഞാലിക്കുട്ടി എന്ന അതികായൻ മണ്ഡലത്തിൽ തിരിച്ചെത്തുമ്പോൾ ചരിത്ര ഭൂരിപക്ഷം നൽകി സ്വീകരിക്കാൻ UDFും ലീഗ് കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ ഇടതുപക്ഷവും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ NDAയും ശ്രമിക്കുമ്പോൾ മലപ്പുറത്തും പോരാട്ടം ശക്തമാകും. TK അരവിന്ദൻ, അമൃത ന്യൂസ്, മലപ്പുറം. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന രഞ്ജിത്തിനെ ആശുപത്രിയിൽ നിന്നും മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, രാവിലെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ഉള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ആ ഘട്ടത്തിൽ വിചാരിച്ചിരുന്നത് ആശുപത്രിയിൽ തുടരുമെന്നായിരുന്നു. എന്തായാലും ആശുപത്രിയിൽ തുടരുന്നില്ല. അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും രഞ്ജിത്തിന്റെ കേസിൽ ദ്രുതഗതിയിലുള്ള ഒരു നടപടികളിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. വളരെ പെട്ടെന്ന് തന്നെ പരിശോധനകൾ പൂർത്തിയാക്കുന്നു, അറസ്റ്റിലേക്ക് കടക്കുന്നു, മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ വളരെ പെട്ടെന്നാണ് നടപടികൾ പോലീസ് കൈക്കൊള്ളുന്നത്. ഇപ്പോൾ രഞ്ജിത്തിനെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ എത്തിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ചോദ്യം ചെയ്യലിലേക്കും ഒക്കെ തന്നെ കടക്കുക. ഒരുപക്ഷെ പോലീസ് ക്യാമ്പിൽ ചോദ്യം ചെയ്യൽ
നടപടികൾ നടത്താനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഈ വനിതാ സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു ഹൈ പ്രൊഫൈൽ കേസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നേരിട്ട് കമ്മീഷണർ അടക്കം നിർദ്ദേശങ്ങളും മറ്റും ഉണ്ട്. DCPക്കാണ് അന്വേഷണ ചുമതല. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ക്യാമ്പിൽ വെച്ചുള്ള ഒരു വിശദമായ അന്വേഷണത്തിനാണ് നിലവിൽ സാധ്യതയുള്ളത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെ റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്തിനെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ നിന്നും നേരെ ഈ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യലായിരിക്കും ഉണ്ടാവുക. ഗുരുതരമായ പ്രശ്നങ്ങൾ, ഈ രഞ്ജിത്തിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളും ശക്തമായിട്ടുള്ള മൊഴിയും ഉണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതിൽ ജയിലിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പോലീസ് കടക്കുക. എന്തായാലും മജിസ്ട്രേറ്റിന് മുൻപിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടുത്തെ നടപടിക്രമങ്ങളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. എന്തായാലും യുവനടിയുടെ പീഡന പരാതിയിലാണ് രഞ്ജിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ നടിയുടെ പരാതിയിന്മേൽ പോലീസ് നടപടി ആരംഭിച്ചു എന്ന് രഞ്ജിത്തിന് അറിവുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം അഭിഭാഷകന്റെയൊക്കെ തന്നെ നിർദ്ദേശത്തെ തുടർന്ന് ഒളിവിൽ പോകാനുള്ള ശ്രമത്തിനിടയിലാണ് പോലീസ് നാടകീയമായി അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഇതാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഇനി എന്തെങ്കിലും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം തുടർ നടപടികളുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിനിമാ സെറ്റിൽ വെച്ചാണ് ഇത്തരം ഒരു അതിക്രമം നടത്തിയത്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇക്കാര്യം അറിയാമായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വ്യക്തത തേടും. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് എത്തുക. AT അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. 1961 ആദായ നികുതി നിയമത്തിന് പകരം സുപ്രധാന മാറ്റങ്ങളോടെ പുതിയ ആദായ നികുതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിലാകും. ചട്ടങ്ങളുടെ എണ്ണം 399 നിന്നും 190 ടാക്സ് ഫോമുകൾ 511 നിന്നും 333 കുറച്ചിട്ടുണ്ട്. ഇനി മുതൽ സാമ്പത്തിക വർഷം, അസസ്മെന്റ് വർഷം എന്നിവയ്ക്ക് പകരം നികുതി വർഷം മാത്രമായിരിക്കും ഉണ്ടാവുക. രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് പ്രക്രിയയ്ക്കും ഇന്ന് തുടക്കമാകും. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന സെൻസസ് പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമാണ് ഇന്ന് ആരംഭിക്കുന്നത്. കേരളത്തിൽ ആദ്യഘട്ട നടപടികൾ ജൂൺ മാസത്തോടെ ആരംഭിക്കും. ജിഷ്ണു ഉണ്ട് വിവരങ്ങളുമായി. ജിഷ്ണു, പുതിയ സാമ്പത്തിക വർഷമാണ്. എന്തൊക്കെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് വരിക? പ്രത്യേകിച്ച് പുതിയ ആദായ നികുതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ജിഷ്ണു കേൾക്കുന്നുണ്ടോ? എന്തായാലും ജിഷ്ണുവിലേക്ക് വരാം. പുതിയ ആദായ നികുതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. സുപ്രധാന മാറ്റങ്ങൾ ഈ ആദായ നികുതി നിയമത്തിൽ ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചട്ടങ്ങളുടെ എണ്ണത്തിൽ തന്നെയാണ്. 399 നിലവിലുണ്ടായിരുന്നത്. ഇത് 190 കുറയുകയാണ്. മറ്റൊന്ന്, ടാക്സ് ഫോമുകൾ 511 അത് 333 ഇപ്പോൾ കുറച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു പല മേഖലകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ജിഷ്ണു തുടരുന്നുണ്ട്. ജിഷ്ണു, പുതിയ സാമ്പത്തിക വർഷത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ വരുന്നു. എന്തൊക്കെ പ്രധാന മാറ്റങ്ങളാണ് ഉണ്ടാവുക? ഈ ഏപ്രിൽ 1 മുതലാണ് പുതിയ സാമ്പത്തിക നയം, ആദായ നികുതി ഘടനയിൽ ഒപ്പം അതിന്റെ വ്യവസ്ഥകളിലും മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടുള്ള പുതിയ നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി ധനമന്ത്രാലയം ഉത്തരവ് ചൂണ്ടിക്കാണിക്കുന്നത് ആദായ നികുതി അടയ്ക്കുന്നവർക്ക് അവരുടെ അതിനുള്ള വ്യവസ്ഥകൾ ഏറ്റവും കൂടുതൽ സുഗമമാക്കുകയാണ് പുതിയ നിയമം കൊണ്ടുവരുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന് സമാനമായി ഈ ആദായ നികുതി നിയമങ്ങളിലെ ചട്ടങ്ങൾ അത് 399 നിന്ന് 190 കുറച്ചു. കൂടാതെ വിവിധ ഘട്ടങ്ങളായുള്ളത് നികുതി വർഷം എന്നൊരു ടാക്സ് ഇയർ മാത്രമായി കണക്കുകൂട്ടും. ഒപ്പം ടാക്സ് അടയ്ക്കുന്നതിനുള്ള സമയപരിധി നീട്ടി നൽകുന്നുണ്ട്. അതായത് ഓരോ വർഷങ്ങളിലും ഏപ്രിൽ 1 അല്ലെങ്കിൽ ഒരു ഇയർ എൻഡിംഗ് രീതിയിൽ ആദായ നികുതി അടയ്ക്കുന്നതിനും ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനും ഉള്ള തീയതി ഉണ്ടായിരുന്നു. അത് ഓഗസ്റ്റ് 31 വരെയാണ് നീട്ടുന്നത്. പഴയ നികുതി ഘടനയിൽ തുടരുന്നവർക്ക് കൂടുതൽ ആനുകൂല്യം ലഭിക്കും. കൂടാതെ അലവൻസും ഒപ്പം നികുതി ഇളവ് ലഭിക്കുന്ന അത്തരം പട്ടികയിൽ ഉൾപ്പെടുന്നവർക്കും കൂടുതൽ ഗുണകരമാകുന്ന രീതിയിലാണ് പുതിയ ആദായ നികുതി നിയമം രാജ്യത്ത് നടപ്പാക്കുന്നത്. 10 ലക്ഷത്തിന് മുകളിലുള്ള ക്യാഷ് ഡെപ്പോസിറ്റ്, 5 ലക്ഷത്തിന് മുകളിലുള്ള വാഹനം വാങ്ങൽ, 20 ലക്ഷത്തിന് മുകളിലുള്ള വസ്തു ഇടപാടുകൾ എന്നിവയ്ക്ക്
പാൻ കാർഡ് വഴിയുള്ള അത് രേഖപ്പെടുത്തുന്നത് വളരെ നിർബന്ധമാക്കുന്ന വ്യവസ്ഥ കൂടി പുതിയ നിയമത്തിലുണ്ട്. അത്തരത്തിൽ രാജ്യത്ത് നികുതി വ്യവസ്ഥ കൂടുതൽ സുതാര്യമാക്കുന്നതിനും കൂടുതൽ സുഗമമാക്കുന്നതുമാണ് പുതിയ ആദായ നികുതി നിയമം. 1961 പഴയ നിയമത്തിന് പകരമായിട്ടാണ് അത്രയും നീണ്ട അല്ലെങ്കിൽ അത്രയും പഴയ നിയമം പൊളിച്ചെഴുതിക്കൊണ്ട് അതിലെ വ്യവസ്ഥകൾ കൂടുതൽ സുഗമമാക്കിക്കൊണ്ടും ചട്ടങ്ങളുടെ എണ്ണങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ടുമാണ് പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ശരി, പുതിയ ആദായ നികുതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. മാത്രമല്ല ഫാസ്ടാഗ് നിരക്കുമൊക്കെ ഇന്ന് മുതൽ മാറ്റം വരികയാണ്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് വിശേഷത്തിലേക്ക് തന്നെയാണ്. കേരളത്തിൽ തുടർ ഭരണം ഉണ്ടാകുമോ അതോ ഭരണമാറ്റം വരുമോ? ജൻസികളുടെ മനസ്സ് ആർക്കൊപ്പം എന്നറിയാം. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നും ലക്ഷ്മി പ്രിയ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരഞ്ഞെടുപ്പുകൾ ജെൻസി വോട്ട് ഏറെ നിർണായകമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലാണ്. ഇവിടെയുള്ള ജെൻസി പിള്ളേർക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് എന്താ പറയാനുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. ഇലക്ഷൻ ആവാറായില്ലേ, എന്താ തോന്നണേ? LDF വരണമെന്നാണോ UDF വരണമെന്നാണോ? LDF വരണം തന്നെയാണ്. വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം അല്ല, ഇപ്പോഴത്തെ പെൻഷൻ ആണെങ്കിലും വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. എത്ര പെട്ടെന്നാണ് വീട് വെച്ച് കൊടുത്തത്? വനിതാ മുഖ്യമന്ത്രി എന്നൊരു പെർസ്പെക്റ്റീവ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരാളെ നമുക്ക് കൊണ്ടുവരാൻ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നില്ല. പക്ഷേ ഇവിടെയാണ് നമുക്ക് കുറേ പേര് വരാനുണ്ട്. ഇനി എങ്ങനെയൊക്കെ ആരൊക്കെ വന്നാലും KK ശൈലജ മാം വരണം തന്നെയാണ് അഭിപ്രായം. LDFനെ ഭരിക്കുകയാണെങ്കിൽ കേരളത്തിൽ നല്ല വികസനം ഉണ്ടാവും. ഉണ്ടാവും. ഇപ്പോൾ ഉള്ളതൊക്കെ തുടരും. പിന്നെ ഇപ്പോൾ ചെയ്ത് വെച്ച് പകുതിയായ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. LDFനെ തുടർന്ന കേരളത്തിൽ കൂടുതൽ വികസനം ഉണ്ടാവും. ഉറപ്പായിട്ടുണ്ടാവും. UDF ഭരണത്തിലായിരിക്കുമ്പോൾ കുറേ സ്കൂളുകൾ പൂട്ടുന്നുള്ള നിലയ്ക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒരു സ്കൂളുകളും പൂട്ടുന്നതിന് പുറമെ തന്നെ എല്ലാം നല്ല നിലവാരത്തിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, വികസനങ്ങൾ നടക്കുന്നുണ്ട്, പാലങ്ങൾ വരുന്നുണ്ട്, റോഡുകൾ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. LDF ആണ്. കാരണം കുറേ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടായല്ലോ. റോഡ്സ് ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ. അപ്പോൾ അവരെന്നെ തുടരട്ടെ. യൂത്തന്മാരായിട്ടുള്ള MLA വരുന്നതിന് എന്താ? രാഷ്ട്രീയം കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്ന സ്ഥലത്ത് പിന്നെ യൂത്ത് ആവുന്ന സമയത്ത് നല്ല തന്നെയാണല്ലോ. പുതിയ ആൾക്കാർ വരട്ടെ, സമൂഹത്തിന് മാറ്റേണ്ടുന്ന രീതിയിലുള്ള യൂത്തന്മാർ വരട്ടെ. ഇലക്ഷൻ അല്ലേ, ഭരണ തുടർച്ച വേണമെന്നാണോ അതോ ഭരണം മാറ്റം വേണോ? നല്ല മികച്ച എന്താ പറയുക വികസനമാണല്ലോ കേരളത്തിലുള്ളത്. 10 വർഷമായില്ലേ ഒരേ ഭരണം നടക്കുന്നത്. ഒരു രാജഭരണം മാതിരി ആവാണ്ട് മാറി വരണം എന്നുള്ളൊരു ആളാണ് ഞാൻ. ഒരു മാറ്റം, ഒരാളിപ്പോൾ LDF വന്ന് അടുത്ത പ്രാവശ്യം കോൺഗ്രസ്സിന് കൊടുത്ത്, അങ്ങനെ അടുത്ത പ്രാവശ്യം BJP കൊടുത്ത്, അങ്ങനെ ഒരു മാറ്റം വന്നാലേ എന്തെങ്കിലും കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എന്താ പറയുക കിട്ടുള്ളൂ. ഭരണം അടിപൊളിയാണ്. LDF തന്നെയാണ് തുടർച്ചയായിട്ട് വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. നല്ല മുഖ്യമന്ത്രിയാണ്, വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ അടിപൊളിയാണ്. ഒരു 5 വർഷ കാലയളവിന് ശേഷം വീണ്ടും ഒരു 5 വർഷക്കാലം അധികാരത്തിൽ വന്നതുകൊണ്ടാണ് ഈ ഇത്രയും വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു പോകാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളത്. ഭരണ തുടർച്ച വേണം തന്നെയാണ്. കാരണം ഇത്രയധികം മാറ്റങ്ങൾ ഇപ്പോൾ ഏത് സെക്ടർ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. മാറിയോക്കട്ടെ. ഈ ഭരണ ആൾക്കാർ എന്തൊക്കെയോ പറയുന്നുണ്ട് ഫ്ലോപ്പാന്നൊക്കെ. ഇനിയിപ്പോൾ അടുത്ത BJP ആരെങ്കിലും ഭരിച്ചു നോക്കട്ടെ. ഇനി പുതിയ ഭരണം അനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. ഭരണമാറ്റം വരണം തന്നെയാണ് ആഗ്രഹം. ഇപ്പോൾ UDF സർക്കാർ വരട്ടെ. നമ്മൾ ഭരണമാറ്റം ഇപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നത് ഈ ഭരണം തന്നെയാണല്ലോ. അപ്പോൾ ഇനി പുതിയ ഭരണം വന്നാൽ അതെങ്ങനെയാണെന്ന് കാണാൻ ആഗ്രഹം. ഭരണ തുടർച്ചയ്ക്കപ്പുറം മുന്നണികൾ മാറി മാറി ഭരിക്കണമെന്നാണ് ഈ ക്യാമ്പസിന്റെ അഭിപ്രായം. ഇനി നമുക്ക് മറ്റൊരു കലാലയത്തിൽ നിന്ന് വീണ്ടും കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നേരത്തെ യുവനടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം റിമാൻഡിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. യുവനടി നൽകിയ പരാതിയിന്മേലാണ് അറസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ പോലീസ് ഹാജരാക്കി. ഇപ്പോൾ അദ്ദേഹം റിമാൻഡിലേക്ക് പോവുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ചോദിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ എറണാകുളം സബ് ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 14 ദിവസത്തെ റിമാൻഡാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. 14 ദിവസത്തെ റിമാൻഡിലേക്ക് രഞ്ജിത്ത് സംവിധായകൻ പോവുകയാണ്. നേരത്തെ വളരെ ഗുരുതരമായിട്ടുള്ള പരാതിയാണ് യുവനടി നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിനിമാ സെറ്റിൽ വെച്ച് യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അദ്ദേഹത്തെ നാടകീയമായി പോലീസ് അറസ്റ്റ് ചെയ്തത്. അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, സംവിധായകൻ രഞ്ജിത്ത് റിമാൻഡിലായിരിക്കുകയാണ്.
അശ്വതി കേൾക്കുന്നുണ്ടോ? ലിജിൻ, ഇപ്പോൾ രഞ്ജിത്തിനെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. കേൾക്കുന്നുണ്ടോ ലിജിൻ? ഹലോ, പറഞ്ഞോളൂ അശ്വതി, പറഞ്ഞോളൂ. ഹലോ ലിജിൻ, ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്ന്, തൃപ്പൂണിത്തുറയിലാണ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്ന് രഞ്ജിത്തിനെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. വലിയൊരു പോലീസ് വ്യൂഹം തന്നെ രഞ്ജിത്തിന് ഒപ്പം ഉണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അല്പം മുൻപാണ് ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. 14 ദിവസത്തെ റിമാൻഡാണ് ഉള്ളത്. എന്തായാലും കാക്കനാട് ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഇനി പോലീസ് കസ്റ്റഡിയിലേക്ക് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് ഈ ഘട്ടത്തിൽ വിട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത കുറവുണ്ട്. എന്തായാലും നിലവിൽ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്ന് രഞ്ജിത്തിനെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. വളരെ വേഗത്തിൽ തന്നെ, വസതിയിലായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇത്തരത്തിൽ കാര്യങ്ങൾ, നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. രഞ്ജിത്തിന്റെ വക്കീൽ അടക്കം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റിന് താഴെയാണ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എത്തിച്ച് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. എന്തായാലും അദ്ദേഹത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. നിലവിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുൻപിൽ രാവിലെ തന്നെ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ലിജിൻ, ശരി, എന്തായാലും രഞ്ജിത്ത് റിമാൻഡിലായിരിക്കുകയാണ്. രഞ്ജിത്തിനെതിരെ ഇത് 3ാമത്തെ പീഡന പരാതിയാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. നേരത്തെ സമാനമായ 2 കേസുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഒരു നടി തന്നോട് രഞ്ജിത്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്നും മറ്റൊരു യുവാവ് ഇത്തരത്തിലൊരു പരാതിയും ഒക്കെ ആയിട്ട് വന്നിരുന്നു. ഇത് 3ാമത്തെ പരാതിയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രഞ്ജിത്ത് റിമാൻഡിലായിരിക്കുന്നത്. അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. വോട്ടിംഗ് മെഷീന് മുന്നിൽ വഴിമാറി നടന്ന ബാലറ്റ് പെട്ടി മുതൽ സൈക്കിളിൽ വോട്ട് പ്രചരണത്തിന് ഉപയോഗിച്ച മെഗാഫോൺ വരെ നീളുന്ന പുരാവസ്തു ശേഖരത്തിലൂടെ കൗതുക കാഴ്ചയൊരുക്കുകയാണ് കോഴിക്കോട് പൊറ്റമ്മലിലെ മാണിക്കോത്ത് ശിവദാസൻ. നാം കേട്ടറിഞ്ഞ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളിലേക്ക് നമ്മെ നേരിട്ടെത്തിക്കുന്ന പുരാവസ്തു ശേഖരത്തെക്കുറിച്ച് രേഷ്മ സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക. ഇത്തരമൊരു സാമഗ്രി നമ്മുടെ ജെൻസി തലമുറ കണ്ടിട്ടുണ്ടാവില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പോടനുബന്ധിച്ചാണ് നമ്മൾ ഇത്തരമൊരു മെഗാഫോൺ എവിടെയാണെന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കുന്നത്. 1990കൾ മുതൽ രാജ്യം പൂർണ്ണമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് മാറിയതോടെ തഴയപ്പെട്ട ബാലറ്റ് പെട്ടികളെ മലപ്പുറത്തെ സുഹൃത്തിന്റെ കയ്യിൽ നിന്നാണ് ശിവദാസൻ അന്ന് വാങ്ങിവെച്ചത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ബാലറ്റ് പെട്ടി, പ്രചരണത്തിനുപയോഗിച്ച മെഗാഫോൺ, കല്ലച്ച്, ചിഹ്നങ്ങൾ തുടങ്ങി ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ സാമഗ്രികൾ പൊറ്റമ്മലിലെ എം ശിവദാസിന്റെ ശേഖരത്തിലുണ്ട്. എൻ്റെ അടുത്ത് അത്യാവശ്യം ഒരുവിധം കളക്ഷനൊക്കെ ഉണ്ട്. കുപ്പി 40 ലിറ്റർ 40 കുടം, മൺകുടം ഉണ്ട്. 225 കൊല്ലം പഴക്കമുള്ള ഒരു ആധാരത്തിൻ്റെ തോലിൽ എഴുതിയാണ്. കൽക്കത്തയുള്ള, കോഴിക്കോടിലല്ല. അപ്പോൾ തൂക്കക്കല്ലുകൾ, പിന്നെ പെട്രോൾ മാക്സ്, അതേ ഇലക്ഷൻ സംബന്ധിച്ച് പെട്രോൾ മാക്സും ഈ ലൈറ്റും ഒക്കെ ഇതിൽപ്പെട്ടവരാണ്. നഗരത്തിൽ ഹോട്ടൽ നടത്തുന്ന ശിവദാസൻ കഴിഞ്ഞ 10 വർഷമായി പുരാവസ്തുക്കൾക്ക് പിന്നാലെയുണ്ട്. പഴയകാല വീട്ടുപകരണങ്ങൾ, നാണയങ്ങൾ, നോട്ടുകൾ, കുപ്പികൾ, പാത്രങ്ങൾ തുടങ്ങി പുതിയ തലമുറ കേട്ടുകേൾവിയില്ലാത്ത ചരിത്രശേഷിപ്പുകളുടെ കൂടാരമായി തന്റെ വീടിനെ മാറ്റിയിരിക്കുകയാണ് ഇദ്ദേഹം. ചരിത്രത്തിലേക്കൊരു തിരിഞ്ഞുനോട്ടത്തിന് അവസരമൊരുക്കുകയാണ് മാണിക്കോത്ത് ശിവദാസൻ ചേട്ടൻ. പുതുതലമുറയ്ക്ക് ഇതൊരു ചരിത്ര പഠനത്തിനുള്ള ഇടം കൂടിയാണ്. ദീപു മാന്നാറിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയെ സന്ദർശിച്ചു. കൊല്ലം അമൃതപുരി ആശ്രമത്തിലെത്തിയ അദ്ദേഹത്തെ ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാർ സ്വീകരിച്ചു. തുടർന്ന് അമ്മയെ കണ്ട് വിശേഷങ്ങൾ പങ്കുവച്ച് അനുഗ്രഹം നേടിയ ശേഷം BJP തെരഞ്ഞെടുപ്പ് പ്രചരണ റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു. കൊല്ലം വള്ളിക്കാവ് അമൃത എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലാണ് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഹെലികോപ്റ്റർ മാർഗം എത്തിയത്. അമ്മയുടെ ഭക്തൻ കൂടിയായ അദ്ദേഹം അമൃതപുരി ആശ്രമത്തിലേക്കാണ് ആദ്യം യാത്ര തിരിച്ചത്. അമൃതപുരിയിലെത്തിയ അദ്ദേഹത്തിന് മുതിർന്ന സന്യാസിമാർ ഹൃദയം നിറഞ്ഞ സ്വീകരണം നൽകി. തുടർന്ന് അമ്മയെ കണ്ടു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയെ സന്ദർശിച്ച നിമിഷങ്ങൾ ആത്മീയതയും സൗഹൃദവും ഒന്നിച്ചു ചേർന്ന മനോഹര നിമിഷങ്ങളായിരുന്നു. വിശേഷങ്ങൾ പങ്കുവച്ച് അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ അദ്ദേഹം
ആ ദിവ്യ സാന്നിധ്യത്തിന്റെ ശാന്തിയും കരുണയും ഹൃദയത്തിൽ നിറച്ചാണ് അമൃതപുരിയിൽ നിന്നും മടങ്ങിയത്. തുടർന്ന് NDA കരുനാഗപ്പള്ളി മണ്ഡലം സ്ഥാനാർത്ഥി VS ജിതിൻ ദേവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു. NDA കരുനാഗപ്പള്ളി മണ്ഡലം സ്ഥാനാർത്ഥി VS ജിതിൻ ദേവ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ്, RSS ജില്ലാ സംഘചാലക് R മോഹനൻ, BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S പ്രശാന്ത് എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അമൃത ന്യൂസ്, കൊല്ലം. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഇന്ന് വ്യാപാരം എങ്ങനെയായിരിക്കും ആരംഭിക്കുക? വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? വിപണിയിൽ വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം വലിയൊരു വിൽപ്പനയിലേക്ക് നീങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. മാത്രമല്ല, ചാഞ്ചാട്ടങ്ങൾ തുടരാനും സാധ്യതയുണ്ട്. വിപണിയുടെ ഓരോ ഉയർച്ചയിലും വിൽപ്പന എന്ന രീതിയിലാണ് ഇപ്പോൾ നിക്ഷേപകരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വിപണിയുടെ ഉയർച്ചയിൽ നിക്ഷേപകർ ലാഭമെടുക്കാനുള്ള സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങളും തുടരാനുള്ള സാധ്യതയുണ്ട്. യുദ്ധവുമായി ബന്ധപ്പെട്ട് US-ഉം ഇറാനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു സമവായം, ശാശ്വതമായ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ഉരുത്തിരിഞ്ഞു വന്നാൽ മാത്രമേ ഇനി വിപണിയിലെ അനിശ്ചിതത്വം നീങ്ങുകയുള്ളൂ. മറിച്ചാണെങ്കിൽ ഈ അനിശ്ചിതത്വം വിപണിയെ എല്ലായ്പ്പോഴും ആശങ്കയിലാക്കുകയും അത് വലിയ തോതിലുള്ള ചാഞ്ചാട്ടങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിപണിയിൽ അറ്റ വിൽപ്പനയിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിലപാടുകളും ഇനിയുള്ള ദിവസത്തിൽ നിർണായകമായിരിക്കും. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ ഇപ്പോൾ അറ്റ നിക്ഷേപത്തിലായതുകൊണ്ട് അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയിലെ താഴ്ചയിൽ നിന്നോ അല്ലാത്തൊരു താഴ്ചയിൽ നിന്ന് പ്രതിരോധിക്കാൻ ആവുകയും ചെയ്യും. എന്നാൽ ചെറുകിട നിക്ഷേപകർ പല സമയങ്ങളിലും വിപണിയിൽ വിൽപ്പനയിലേക്ക് നീങ്ങുന്നതാണ് ഒരു പരിധിവരെ വിപണിയിലെ വലിയൊരു വീഴ്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം. 23,500 എന്നുള്ള നിലവാരം തന്നെയാണ് മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ വിപണിയിൽ ഒരു സ്ഥായിയായ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്തായാലും ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ആഗോള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും രൂപയുടെ മൂല്യവും പെട്രോൾ, ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന മാറ്റവും എല്ലാം വിപണിയെ സ്വാധീനിക്കും. ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായിട്ടുള്ള ഉയർച്ചയും രൂപയുടെ മൂല്യത്തിലുണ്ടായിരുന്ന താഴ്ചയും എല്ലാം വരും ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിച്ചേക്കും എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കെ അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് വിപണിയിലെ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഴ്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ രണ്ട് ഘടകങ്ങളിലും ഏതെങ്കിലും തരത്തിലൊരു മാറ്റം ഉണ്ടാവുകയും ഒപ്പം തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് നീങ്ങുന്ന ഏതെങ്കിലും വാർത്ത ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ മാത്രമേ വിപണിയിൽ തുടർച്ചയായ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇന്നെന്തായാലും ആഗോള വിപണികളിലെ എല്ലാം നേട്ടം തുടർന്നുകൊണ്ട് തന്നെ ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. അതാണ് വിപണിയിലുണ്ടാകുന്ന ഇന്നത്തെ മാറ്റം. ദിലീപാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോട്ടയം ഏറ്റുമാനൂരിൽ വ്യാപാര സ്ഥാപനം കത്തി നശിച്ചു. ഏറ്റുമാനൂർ അമ്പലത്തിന് സമീപം പ്രവർത്തിച്ചിരുന്ന ബ്യൂട്ടി പാർലറിലാണ് തീപിടുത്തമുണ്ടായത്. സമീപത്ത് പ്രവർത്തിച്ചിരുന്ന മറ്റ് കെട്ടിടങ്ങളിലും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. നാല് തവണ ലോക ചാമ്പ്യന്മാരായിരുന്ന ഇറ്റലി 2026 ലോകകപ്പ് ഫുട്ബോളിനും യോഗ്യത നേടാനാകാതെ പുറത്തായി. നിർണായകമായ പ്ലേ ഓഫ് ഫൈനലിൽ ബോസ്നിയ ഹെർസഗോവിനയോട് ആണ് ഇറ്റലി പരാജയപ്പെട്ടത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും സമനില പാലിച്ചതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-1 ബോസ്നിയ ഇറ്റലിയെ പരാജയപ്പെടുത്തിയത്. ഇതോടെ തുടർച്ചയായി 3 ലോകകപ്പുകൾ നഷ്ടപ്പെടുന്ന ആദ്യ മുൻ ചാമ്പ്യന്മാരായി ഇറ്റലി മാറി. പ്രതിരോധ താരം അലസാൻഡ്രോ ബസ്റ്റോണി ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് ഇറ്റലിക്ക് തിരിച്ചടിയായി. 2027 ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തി. കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ഇന്ത്യ വിജയിച്ചത്. ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റ താരം റയാൻ വില്യംസ്, ആകാശ് മിശ്ര എന്നിവർ ഗോളുകൾ നേടി. ഹോങ്കോങ്ങിന്റെ ഏക ഗോൾ എവർട്ടൺ കാമർഗോ ആണ് നേടിയത്. അതേസമയം 2027 ഏഷ്യൻ കപ്പിന് ഇന്ത്യക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞില്ല. 6 മത്സരങ്ങളിൽ നിന്നും 1 ജയവും 2 സമനിലയുമായി ആകെ 5 പോയിന്റുകൾ മാത്രമാണ് ഇന്ത്യക്ക് നേടാനായത്. ഇന്ത്യ ഉൾപ്പെട്ട ഗ്രൂപ്പ് സിയിൽ നിന്നും സിംഗപ്പൂരാണ് യോഗ്യത നേടിയത്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.